ഒരു വെരി വെരി സ്പെഷ്യൽ ഫ്രൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇതെന്താ സംഭവമെന്ന്. അബിയു എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണത്. എനിക്കും ഒരു അബിയു മരമുണ്ട്, പക്ഷേ കുറേ പൂക്കളുണ്ടായെങ്കിലും ഇതുവരെയും കായൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് ഇതുവരെയും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇന്നലെയാണ്. ട്രിവാൻഡ്രം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അബിയു ഫ്രൂട്ട്. കിലോയ്ക്ക് 300 രൂപ, 299 രൂപ എന്നാണ് കണ്ടത്. ആദ്യമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ചീത്തയായി പോയത് കേട്ടോ, ഇതത്ര നല്ലതല്ല കേട്ടോ. നമുക്ക് വേറൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാവേ. കാശ് കൊടുത്ത് വെറുതെ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് നോക്കാം. നടുക്ക് കുരുവുള്ള കാരണേ അങ്ങനെ കട്ടായി വരുന്നില്ല. വലിയ കുരുവാട്ടോ. പിന്നെ എടുത്ത് നോക്കാം. യെസ്, ഇതും എനിക്കറിയില്ല നല്ലതാണെന്ന് കേട്ടോ. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. മധുരമുണ്ട്, പക്ഷെ എല്ലാവരും പറയുന്ന പോലെ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. ചെറുതായിട്ടും ചീത്തയായിട്ടുണ്ടതും. ഒരെണ്ണം കൂടെ നോക്കാം. വലിയ കുരു കാരണം ഇങ്ങനെ വട്ടത്തിലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യെസ്, എല്ലാത്തിലും ഒരു പാടുണ്ട്. അധികം പഴുത്തതിൻ്റെ കൂട്ടോ. കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടുന്ന വലിയ ഹൈപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത്രയും വില കൊടുത്ത് അബിയു വാങ്ങി വെച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ എനിക്ക് ഒരെണ്ണം നിൽപ്പുണ്ട്. അതിൽ കായ്ക്കുമ്പോൾ ശരിക്കുള്ള ടേസ്റ്റ് എനിക്കും അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ടേസ്റ്റ് ഇതും കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് കട്ട് ചെയ്യാൻ പഠിച്ചു. ഇത് കുഴപ്പമില്ല കേട്ടോ. ആദ്യമേ ഇത് കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അധികം പഴുത്തതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്. വലിയ മധുരമൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമാണെന്നും പറയാൻ പറ്റില്ല. ഏതാണ്ടൊരു ഇളനീരിൻ്റെ ടേസ്റ്റ്. ഓക്കെ.